നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 971st day. Today 15th sloka of Pradhamaskandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 971 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. തമുജുർബ്രാഹ്മണാസ്തുഷ്ട രാജാനം പ്രശ്രയാന്വിതം യേശഹ്യസ്മിൻ പ്രജാതന്തു കുരൂണാം പൗരവർഷഭ. ഓം തത്സത്. തമുജുർബ്രാഹ്മണാസ്തുഷ്ട രാജാനം പ്രശ്രയാന്വിതം യേശഹ്യസ്മിൻ പ്രജാതന്തു കുരൂണാം പൗരവർഷഭ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തം ഊജുർ ബ്രാഹ്മണ തുഷ്ട രാജാനം പ്രശ്രയാനിതം യേശ അസ്മിൻ പ്രജാതന്തു കുരൂണാം പൗരവർഷഭ. അടുത്ത 3 ശ്ലോകങ്ങൾ 15, 16, 17 കൂടി ഒരുമിച്ച് അർത്ഥം വരുന്നതാണ്. ആ ബ്രാഹ്മണ ശ്രേഷ്ഠർ അവർ ഭഗവാൻ അദ്ദേഹത്തോട് ധർമ്മപുത്രരോട് പറയുന്ന വാക്കുകളാണ്. അദ്ദേഹം ആ ബ്രാഹ്മണരെ സൽക്കരിച്ചപ്പോൾ അവർ പറയുന്ന വാക്കുകളാണ് അടുത്ത 3 ശ്ലോകങ്ങളിലായിട്ട് വരുന്നത്. അതായത് പറയുകയാണ്, വിനയത്തോടുകൂടി ആ തങ്ങളുടെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ മഹാരാജാവിനെ കണ്ടപ്പോൾ ആ ബ്രാഹ്മണർ വളരെ സന്തോഷത്തോടു കൂടി, അതായത് പ്രശ്രയാനിത വിനയത്തോടു കൂടിയ തം രാജാനം അർത്ഥം ആ രാജാവിനോട് തുഷ്ട സന്തോഷിച്ച ബ്രാഹ്മണർ ഊജു പറഞ്ഞു പൗരവർഷഭ ഹേ പൗരവർശ്രേഷ്ഠ കുരൂണാം കുരുക്കളുടെ, അത് ശുക്ലേ എന്നുള്ളതെല്ലാം അടുത്ത അധ്യായത്തിൽ ഇതിലാണ് വരുന്നത്. പ്രജാതന്തു ഈ പ്രജാതന്തു അതായത് ഈ സന്താനം. പിന്നീട് ബാക്കി അടുത്ത ശ്ലോകത്തിലാണ് അർത്ഥം വരുന്നത്. അതായത് ബ്രാഹ്മണരോട് സന്തോഷത്തോടെ വിനയത്തോടു കൂടി തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ധർമ്മപുത്ര മഹാരാജാവിനെ നോക്കി കുരുവംശത്തിൽ ജനിച്ചിരിക്കുന്ന ശ്രേഷ്ഠനായ ഇരിക്കുന്ന അലയോ പാണ്ഡുനന്ദന, കുരുവംശത്തിൻ്റെ പ്രജാതന്തുവായിട്ടുള്ള, അതായത് കുടുംബത്തെ നിലനിർത്തുന്ന വംശത്തെ നിലനിർത്തുന്ന ഈ സന്താനത്തെക്കുറിച്ചുള്ള എന്നൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്രകാരം കുരുവംശത്തിൽ ജനിച്ചിരിക്കുന്ന ഈ പ്രജാതന്തു ഈ പ്രജയെ ഇന്ന് സന്തോഷത്തോടുകൂടി തങ്ങൾക്ക് വളരെയധികം സമ്മാനങ്ങളൊക്കെ നൽകി, ഭൂമിയും ആനയും കുതിരയും മറ്റൊക്കെ നൽകി, പശുവൊക്കെ നൽകി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്രകാരം നൽകിയിട്ട് വിനയത്തോടുകൂടി തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആ മഹാരാജാവിനെ നോക്കി ബ്രാഹ്മണർ പറയുന്ന വാക്കുകളാണ് ഈ അടുത്ത 2 ശ്ലോകത്തിലായിട്ട് പറയുന്നത്. അതിൻ്റെ മുഖവുരിയായിട്ടാണ് ഈ ശ്ലോകം ഒരിക്കൽ കൂടി. തമൂജുർബ്രാഹ്മണാസ്തുഷ്ട രാജാനം പ്രശ്രയാനിതം യേശഹ്യസ്മിൻ പ്രജാതന്തു കുരൂണാം പൗരവർഷഭ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.